യോഗട്ട് വാങ്ങിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പാൽപ്പൊടിയാണ് നിങ്ങളുടെ വയറ്റിലേക്ക് ചെല്ലുക കേട്ടോ. വെൽക്കം ടു അനദർ വ്ളോഗ്. യെസ്, അപ്പോൾ ഇന്നൊരു ഗ്രോസറി പർച്ചേസ് ആയാലോ. ഓടി ഞാൻ പുറത്തേക്ക് ഇറങ്ങി, ചൂട് സഹിക്കാൻ പറ്റാണ്ട് അതുപോലെ തന്നെ ഞാൻ അകത്തേക്ക് ഓടിയിട്ട് ഒരു ഗ്ലാസ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. നേരെ വിട്ടു സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. സാധനത്തിനൊക്കെ ഇപ്പോൾ എന്താ റേറ്റ് അല്ലേ, ടൂ മച്ചാണ്. എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആവശ്യമുള്ള പഴങ്ങൾ പച്ചക്കറികളൊക്കെ എടുത്തു. ആൻഡ് ചൂടായതുകൊണ്ട് തന്നെ കുറച്ചധികം നാരങ്ങയൊക്കെ എടുത്തിട്ടുണ്ട്. ആൻഡ് വെളുത്തുള്ളി ഇങ്ങനെ നിങ്ങൾ വാങ്ങിക്കാറുണ്ടോ? ഞാനിപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെയാണ് വാങ്ങിക്കാറ്. ഞാനിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും. പക്ഷേ കുറേ വീഡിയോസ് ഉണ്ട് ഇങ്ങനെ വെക്കാൻ പാടില്ല വിഷമെന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ വെക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആൻഡ് ഈ ഒരു കാന്താരി ഞാൻ എടുത്തില്ല കേട്ടോ. ആക്ച്വലി നാട്ടിൽ നിന്ന് ഇപ്രാവശ്യം ഞാൻ കാന്താരി ഇങ്ങനെ കൊണ്ടുവന്ന് ഫ്രീസറിൽ വെച്ചതുകൊണ്ട് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും ബാക്കി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ പെറുക്കി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നേരെ വിട്ടു നമ്മളുടെ പാൽ തൈര് സെഷനിലേക്ക്. ആൻഡ് തൈര് വാങ്ങിക്കുമ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കാറുണ്ടോ? ആക്ച്വലി നമ്മൾ വാങ്ങിക്കുന്ന തൈര് പാൽ പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് പാലിനെ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നോർമലി വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു ബ്രാൻഡ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയപ്പോഴാണ് അത് ആക്ച്വലി മിൽക്ക് പൗഡറാണ്. അപ്പോൾ എന്തായാലും അത് ഞാൻ മാറ്റിപ്പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ അടുത്തൊരു വീഡിയോ കണ്ടപ്പോഴാണ് ആക്ച്വലി എനിക്ക് വാങ്ങിയ സാധനങ്ങളൊക്കെ പെറുക്കിക്കൂട്ടി നേരെ ബില്ല് ചെയ്തു വന്നപ്പോൾ ആ ഒരു ബില്ലും കണ്ട് ഞെട്ടിയിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട്.